ഇപ്പൊ വാലിബൻ ചർച്ചയാണല്ലോ എങ്ങും. എന്താണ് ആദ്യത്തെ ഒരു റിപ്പോർട്ട്, നിർമ്മാതാവിന് കിട്ടിയ റിപ്പോർട്ട് എന്താണ്? അല്ല, വാലിബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നല്ല ഒരു സിനിമ, ഒരു ബിഗ് സ്ക്രീനിന് പറ്റുന്ന അനുയോജ്യമായ മലയാളത്തിൽ നിന്നുള്ള ഒരു വലിയ സിനിമ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യം വന്നു. എന്നാൽ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സാണ് തിയേറ്റേഴ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം സ്വാഭാവികമായിട്ടൊരു വിഭാഗത്തിന് നിരാശ തോന്നി. അവരാഗ്രഹിച്ച അവരെന്താണ് ആഗ്രഹിച്ചതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ആഗ്രഹിച്ചതിനനുസരിച്ച് വന്നില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കും ആദ്യം നെഗറ്റീവ് ഉണ്ടായിരുന്നത്. അത് മാറി ഇന്നലെ കൊണ്ട് പോസിറ്റീവാണ്. നല്ല നിലയിൽ ഫാമിലീസ് പടം കാണുന്നുണ്ട്. വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ലിജോയുടെ സിനിമകളുടെ ഒരു പ്രത്യേകത, ആദ്യത്തെ കാഴ്ചയിൽ ചിലപ്പോൾ മനസ്സിലാകില്ല, രണ്ടാമത് ഒന്നുകൂടെ കാണുമ്പോൾ വേറെ ചില തലങ്ങളിലേക്ക് ആ സിനിമ മനസ്സിലാകും. ആ രൂപത്തിലാണ്. അങ്ങനെ ഒരു തോന്നലാണ് ഇപ്പോൾ വാലിബനും സൃഷ്ടിച്ചിരിക്കുന്നത്. പലർക്കും അത് അങ്ങോട്ട് കൃത്യമായി ദഹിക്കുന്നില്ല. ലിജോയെ സംബന്ധിച്ച് പ്രേക്ഷകർ എന്തിഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, തനിക്ക് എങ്ങനെ സിനിമ ചെയ്യണം, താൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് എത്തിക്കുക എന്നുള്ളതാണ് ലിജോയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്ലാൻ ചെയ്ത് തന്നെ ഒരു ബിഗ് മൂവി, ഒരു മലയാളത്തിൽ നിന്നുള്ള ഒരു ബ്രേക്ക്ഔട്ട് മൂവി. നമ്മൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ വലിയ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ സിനിമാറ്റോഗ്രാഫി, സൗണ്ട് എല്ലാം കാണുമ്പോൾ അതൊന്നും മലയാളത്തിൽ പറ്റുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ലിജോ ആയിട്ട് ചേർന്നത്. എന്നാൽ ലിജോയ്ക്ക് സ്വാഭാവികമായിട്ട് ലിജോയുടെ ഒരു ഫിലിം മേക്കിംഗ് രീതിയുണ്ട്. ലാലിൻ്റേതായിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിച്ചത്. ആ ബ്ലെൻഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ചിലർക്ക് വേഗത പോരാ എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ പോലും എനിക്കിതിൽ ഏറ്റവും സന്തോഷം എന്താണ്, മോഹൻലാലിൻ്റെ നടൻ്റെ ഒരു പെർഫോമൻസ്. സമീപകാലത്ത് ഒത്തിരി ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ചുണ്ടിൻ്റെ ചലനശേഷി പോയി, മോഹൻലാലിൻ്റെ കണ്ണിൻ്റെ മാസ്മരികത പോയി, ഇതെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം മോഹൻലാൽ എന്ന നടൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഈ പറഞ്ഞതെല്ലാ ആക്ഷേപങ്ങളും വൃഥാവിലായിരുന്നു. മോഹൻലാലിൻ്റെ ബ്രില്യൻ പെർഫോമൻസ് എല്ലാ രീതിയിലും. അത് ഒരു ഭാഗത്ത് ആക്ഷൻ മാത്രമല്ല, ആക്ഷനിലും അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കം വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇൻ ടോട്ടാലിറ്റി ഭയങ്കരമായ ഒരു പെർഫോമൻസ് മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ പ്ലാൻ ചെയ്ത നിലയിലേക്ക് തന്നെ. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി വല്ലാതെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് ലിജോ ഇന്നലെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ സ്ഥിരം ഇത് അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ട് സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കൊരു പുതുമയില്ല. പക്ഷേ അതൊരു വളരെ ദൗർഭാഗ്യകരമാണ്. അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ.